ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വന്നത് യുറാനസ് എന്ന് പറഞ്ഞിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാനാണ്. നമ്മൾ ആദ്യം അടുപ്പ് ഓണാക്കിയതിന് ശേഷം യുറാനസ് വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് ഒരു കട്ട്ലേറ്റ് ആണ് കേട്ടോ. യുറാനസ് വെളിച്ചെണ്ണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷും ഒരു ഹെൽത്തി ആണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് യുറാനസ് വെളിച്ചെണ്ണ നമ്മൾ പാനിലോട്ട് ഒഴിച്ച് ഒരു 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചതാണ്. അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഈ കട്ട്ലേറ്റ് ഒരു സാധാ കട്ട്ലേറ്റ് അല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ആണ്. ഞാൻ ചക്കക്കുരു മുരിങ്ങയിലെ കുറച്ച് ചിക്കനും ആഡ് ചെയ്തിട്ടാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ് ഫ്രൈ അല്ല. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, അതുപോലെ കുറച്ച് ഗരം മസാല പൗഡറാണ്, അതുപോലെ കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൗഡറാണ്, ഫെനൽ സീഡിന്റെ പൗഡർ, അതുപോലെ കുറച്ച് പെപ്പർ പൗഡർ. ഇതൊക്കെ ഓരോരുത്തരെ രുചിക്കനുസരിച്ചിട്ട് ആഡ് ചെയ്യട്ടോ. കുറച്ച് മല്ലിയിലും കറിവേപ്പിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് മുരിങ്ങയിലാണ്. അത് നന്നായിട്ട് കഴുകി വെച്ചതാണിത്. അതും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ മുരിങ്ങയിലൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അന്നേരം നമ്മൾ ഇതേപോലുള്ള കട്ട്ലേറ്റിലൂടെ ഒക്കെ ആഡ് ചെയ്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും. ഇനി നമുക്ക് കുറച്ച് ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട്, ഇത് ചക്കക്കുരു ആണ്. ചക്കക്കുരു ഞാൻ കുറച്ച് വെള്ളവും പിന്നെ ഉപ്പും കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒരു 4-6 വിസിൽ വേവിച്ചെടുത്ത് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ്. അതുപോലെ ചിക്കനും കുറച്ച് ഉപ്പും കുരുമുളകും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. അതുപോലെ ചക്കക്കുരു വേവിച്ചെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. വേവിച്ചതിന് ശേഷം അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചക്കക്കുരുവും മുരിങ്ങയിലയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് ഇതിൽ യോജിച്ച് വരുന്നവരെ നമ്മൾ വഴറ്റണം. നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്, അതും ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കട്ട്ലേറ്റിന്റെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യുറാനസിന്റെ കോക്കനട്ട് ഓയിൽ ഇതിലോട്ട് ഒഴിക്കാം. നമുക്ക് ഓരോ കട്ട്ലേറ്റും ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തതാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത എഗ്ഗാണ്. അതിൽ നമ്മളൊന്ന് ഈ കട്ട്ലേറ്റ് കോട്ട് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ആക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ഓരോ കട്ട്ലേറ്റും നമുക്കിതിലോട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ യുറാനസിന്റെ കോക്കനട്ട് ഓയിലിനെ പറ്റി, യുറാനസ് വെളിച്ചെണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ചില വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് ഫ്രൈ ചെയ്യുമ്പം ഒരു സ്മെല്ലും ഇല്ല കേട്ടോ.
നല്ല പ്യൂർ കോക്കനട്ട് ഓയിലാണിത്. അങ്ങനെ നമ്മുടെ യുറാനസ് കോക്കനട്ട് ഓയിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരും മുരിങ്ങയിലും കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം നമ്മുടെ വെളിച്ചെണ്ണ നന്നായതുകൊണ്ടാണ്. നല്ല പ്യൂർ വെളിച്ചെണ്ണ ആണ് യുറാനസിന്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഡിഷും നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല അടിപൊളിയാണ്.